ഹലോ സ്റ്റുഡൻസ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ടിപ്പിക്കൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സർക്യൂട്ടായ എമിറ്റർ ഫോളോവറാണ്. അതിൻ്റെ എമിറ്റർ ഫോളോവറിൻ്റെ ഗെയിൻ എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എമിറ്റർ 1 ആണ്, യൂണിറ്റി ആണ് എമിറ്റർ ഫോളോവറിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വളരെ കുറഞ്ഞ ഒരു സർക്യൂട്ടാണ് എമിറ്റർ ഫോളോവർ. ഇതിൻ്റെ സ്പെസിഫിക് ഔട്ട്കം എന്ന് പറയുന്നത് ടു എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് എ ടിപ്പിക്കൽ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ സർക്യൂട്ട്. അന്നേരം ഇത് പഠിച്ച് കഴിയുന്നേരം നമുക്ക് മനസ്സിലാവും ഒരു വോൾട്ടേജ് സീരീസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിനെ പറ്റിയാണ്. അന്നേരം ഒരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഒരു ആംപ്ലിഫയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് അനലൈസ് ചെയ്യുന്നേരം മനസ്സിലാവും. എമിറ്റർ ഫോളോവറിൻ്റെ സർക്യൂട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചതാണ്. അതിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് REക്ക് അക്രോസാണ്. RE എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, കലക്ടർ എന്നല്ല. എമിറ്റർ എന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അന്നേരം എമിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. ശരിക്കും എമിറ്റർ ഫോളോവറിൽ 2 ഫീഡ്ബാക്കും നടക്കുന്നുണ്ടെന്ന് പറയാം. കറൻറ്റ് സീരീസ് ഫീഡ്ബാക്കും വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കും. അന്നേരം കറൻറ്റ് സീരീസ് ആണോ വോൾട്ടേജ് സീരീസ് ആണോ എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജിന് പ്രപ്പോർഷണലായിട്ടുള്ള ഒരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും? വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയും. അതേസമയം ഔട്ട്പുട്ട് കറൻറ്റിന് പ്രപ്പോർഷണലായിട്ടുള്ള ഒരു വോൾട്ടേജാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെന്താണ് പറയുക? കറൻറ്റ് ഫീഡ്ബാക്ക് എന്ന് പറയും. അതായത് ഇതിൽ നമ്മൾ എമിറ്റർ ഫോളോവറിൽ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിന് പ്രപ്പോർഷണലായിട്ടും എടുക്കാം നമുക്ക്, ദെൻ ഔട്ട്പുട്ട് കറൻറ്റിന് പ്രപ്പോർഷണലായിട്ടും എടുക്കാം. അതായത് ചില കേസിൽ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അത് കറൻറ്റ് സീരീസ് ആയിട്ടും ചിലതിൽ ഇതിനെ വോൾട്ടേജ് സീരീസ് ആയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, എമിറ്റർ ഫോളോവർ എന്ന് പറഞ്ഞാൽ ശരിക്കും കോമൺ കളക്ടർ ആംപ്ലിഫയർ ആണ്. ദെൻ നമ്മളൊരു VCC സപ്ലൈ കൊടുക്കുന്നുണ്ട് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദർ ഈസ് എൻ RE റെസിസ്റ്റർ ഫോർ തെർമൽ സ്റ്റെബിലിറ്റി ആൻഡ് ഇവിടെ നമ്മൾ RC എന്ന് പറഞ്ഞ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി കളക്ടർ ഈസ് അറ്റ് AC ഗ്രൗണ്ട് ആയിരിക്കും. AC ഗ്രൗണ്ടായിട്ട് വർക്ക് ചെയ്യും. അന്നേരം ACക്ക് നോക്കുകയാണെങ്കിൽ AC-നെ വെച്ച് നോക്കുകയാണെങ്കിൽ ദർ ഈസ് നോ സിഗ്നൽ അല്ലേ, ഒന്നുമില്ല. അതുകൊണ്ട് കളക്ടർ നേരിട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നു. സോ കളക്ടറിന് പ്രപ്പോർഷണലായിരിക്കും ഇൻപുട്ട്. കളക്ടറിന് വിത്ത് റെസ്പെക്ട് ടു കളക്ടറായിരിക്കും നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. ദെൻ വിത്ത് റെസ്പെക്ട് ടു കളക്ടറായിരിക്കും ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്. അന്നേരം അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആക്ട് ആസ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കായിട്ട് വർക്ക് ചെയ്യും. ദെൻ കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2 ആർ യൂസ്ഡ് ആസ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എല്ലാ ഇതിലും പറയുന്നതാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സർക്യൂട്ടിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ബ്ലോക്കിംഗ് DC കമ്പോണൻറ്റ് ഇൻ ദ സിഗ്നൽ ആൻഡ് ബട്ട് ഇറ്റ് അലോ AC കറൻറ്റിനെ അലോ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ നമ്മളിതിനെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നത്. അന്നേരം നമുക്കറിയാം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുന്ന സമയത്ത് ഇൻപുട്ട് സിഗ്നലിനെ അത് ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അന്നേരം ഈ സർക്യൂട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ട്. എങ്ങനെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫെഡ് ബാക്ക് ചെയ്യുന്നത്? അന്നേരം ഇവിടെ ഈ സർക്യൂട്ടിൽ
RE എന്ന് പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ ഇൻപുട്ടിൻ്റെ സീരീസ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇൻപുട്ട് സിഗ്നലിനെ ദെൻ കപ്ലിംഗ് കപ്പാസിറ്റർ, ദെൻ ബേസ് എമിറ്റർ ജംഗ്ഷൻ, ദെൻ RE വോൾട്ടേജ് അല്ലേ. നേരെ RE വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ടിന് സീരീസ് ആയിട്ടാണ് വരുന്നത്. നേരെ എമിറ്റർ ഫോളോവറിൽ നമുക്കറിയാം ഔട്ട്പുട്ട് എടുക്കുന്നത് REക്ക് അക്രോസ് ആണ്. നമ്മൾ എടുക്കുന്ന REക്ക് അക്രോസ് ഉള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നത് അല്ലേ. അങ്ങനെ സമയത്ത് ഇതിന് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രപ്പോർഷണലായിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ആ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൽ നിന്ന് ശരിക്കും മൈനസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇൻപുട്ട് വോൾട്ടേജിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ആക്ച്വൽ ഇൻപുട്ട് വോൾട്ടേജ് ശരിക്കും എന്ത് ചെയ്യും, ബേസ് എമിറ്റർ ജംഗ്ഷനിലെത്തുന്ന നേരം ഈ വോൾട്ടേജ് കൂടി മൈനസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള വോൾട്ടേജ് വരുന്നത് അല്ലേ. നേരെ ആക്ച്വൽ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് മൈനസ് VRE ആയിരിക്കും V' ഫീഡ്ബാക്കിംഗ് എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന V' വരുന്നത്. അന്നേരം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കുറയും അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അന്നേരം ഇവിടെ നമ്മൾ ദിസ് ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ് ഇൻ സീരീസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ. സോ സീരീസ് ഫീഡ്ബാക്ക് ആണ്. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. സോ വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണ്. സോ ഇറ്റ് ഈസ് എ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദ നെറ്റ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് Vin മൈനസ് VRE ആയിരിക്കും. അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തു. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് വോൾട്ടേജ് അല്ല, നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നടക്കുന്നത്. വോൾട്ടേജ് സീരീസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും നടക്കുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജും എന്ത് ചെയ്യും, കുറയും അല്ലേ. ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയറും റെഡ്യൂസ് ചെയ്യും. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു 1 ആണ്. സോ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ എന്ന് പറയുന്നതും എന്തായിരിക്കും, യൂണിറ്റി ആയിരിക്കും. നേരെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നേരം ഇങ്ങനത്തെ ഒരു BC547 ട്രാൻസിസ്റ്റർ എടുക്കുന്ന സമയത്ത് ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു ബൈപ്പാസ് കപ്പാസിറ്റർ വെക്കുന്ന സമയത്ത് നമുക്കറിയാം 100 മുതൽ 250 300 വരെയൊക്കെ ഗെയിൻ പോകും. അതേസമയം എമിറ്റർ ഫോളോവറിൽ നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഗെയിൻ ഒരിക്കലും ഹൈ ഗെയിൻ ഒരിക്കലും വരില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഗെയിൻ യൂണിറ്റി ഗെയിനായിപ്പോയത്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. നേരെ ഇപ്പോൾ ഇതിൽ ഈ സർക്യൂട്ടിൽ നടക്കുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കാണ്. ഔട്ട്പുട്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു സിഗ്നൽ ഇൻപുട്ടിന് സീരീസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിന് എന്ത് പറയും, വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയും. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 1, ദെൻ AV' ഈക്വൽ ടു 1. ഓക്കെ, താങ്ക് യു.